ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് പലവിധത്തിലുള്ള രോഗപീഠകളിലൂടെയാണ്. ഈശോയുടെ കാലഘട്ടത്തിലും വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവരും അവശരായവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെയെല്ലാം ഈശോ തൊട്ട് സുഖപ്പെടുത്തിയതായി സുവിശേഷത്തിൽ നമുക്ക് കാണാം. നമുക്കും ഈശോയുടെ വചനം ഏറ്റുപറഞ്ഞ് രോഗസൗഖ്യം നേടാം. വചനശക്തിയാൽ നാം രോഗവിമുക്തരായി ആരോഗ്യവും ദീർഘായുസ്സും നേടിയെടുക്കുകയും ചെയ്യാം. താഴെ പറയുന്ന വചനഭാഗങ്ങൾ ആവർത്തിച്ചു ചെല്ലുന്നതിലൂടെ നമുക്കും രോഗസൗഖ്യം നേടാം. ധ്യാനത്തിന്റെ പുസ്തകം, അധ്യായം 16, 12 തിരുവചനം. കർത്താവേ, മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സങ്കീർത്തനം 107 അധ്യായം 20 തിരുവചനം. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. സങ്കീർത്തനം 103 അധ്യായം 3 തിരുവചനം. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. പ്രഭാഷകന്റെ പുസ്തകം, അധ്യായം 38, തിരുവചനം 9. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, അധ്യായം 8, തിരുവചനം 17. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം, അധ്യായം 30, തിരുവചനം 17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളി ചെയ്യുന്നു. രാജാക്കന്മാരുടെ 2 പുസ്തകം, അധ്യായം 20, തിരുവചനം 5. ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. മലാക്കിയുടെ പുസ്തകം, അധ്യായം 4, തിരുവചനം 2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. സങ്കീർത്തന പുസ്തകം, അധ്യായം 41, തിരുവചനം 3. കർത്താവ് അവന് രോഗശയ്യയിൽ ആശ്വാസം പകരും, അവിടുന്ന് അവന് രോഗശാന്തി നൽകും. ഏശയ്യായുടെ പുസ്തകം, അധ്യായം 58, തിരുവചനം 8. നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. ഈശോയുടെ രോഗസൗഖ്യം ദൈവത്തിന്റെ കരുണയും അനുഗ്രഹവും മനുഷ്യർക്കു നൽകുന്ന മഹത്തായ ഉദാഹരണമാണ്. ശരീരസൗഖ്യത്തിനു പുറമെ ആത്മീയ സൗഖ്യവും സമാധാനവും ഈ വചനത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നു. അന്ധനെ സുഖപ്പെടുത്തിയ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഈശോ നമ്മുടെ രോഗങ്ങളെയും ഏറ്റെടുത്ത് സുഖപ്പെടുത്തും. ഈശോയുടെ സന്ദേശം ശരീരത്തിന് മാത്രമല്ല, ആത്മാവിനും മനസ്സിനും സൗഖ്യം നൽകുന്നതാണ്. ആമേൻ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.